പ്രായം കുറയ്ക്കുവാൻ എല്ലാവർക്കും താല്പര്യമുള്ള ആളുകളാണ്. കാരണം പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ പ്രായത്തിനെ എങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോകാം, പലരും നിങ്ങൾക്ക് പല ഐഡിയാസും പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ കിട്ടാൻ പോവുകയാണ്. ഒപ്പം തന്നെ ലോകത്തിൽ വേൾഡ് റെക്കോർഡുള്ള ഒരു വ്യക്തി, ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയെ കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ പ്രായം കുറയ്ക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. സ്റ്റാർട്ടഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലിയിലാണ് കേട്ടോ. അങ്കമാലിയിൽ ലീഹാൻസ് എന്നുള്ള ജിമ്മിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ജിമ്മിൽ എന്തിനാണ് നിൽക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ആയിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത്. ഞാനിവിടെ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഒരു വേൾഡ് റെക്കോർഡുള്ള മനുഷ്യനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ള ആൾ. സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറ് പീറ്റർ ജോസഫ് ഞാലിയൻ. സാറിന് ഒരുപാട് വേൾഡ് റെക്കോർഡുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ സാറിൻ്റെ കയ്യിൽ ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രായം കുറയ്ക്കാനുള്ള കുറേ ടിപ്സ് ഉണ്ട്. സാറിന് ഇപ്പോഴത്തെ പ്രായം എത്ര? അതാണ് 65 വയസ്സായി. 65 വയസ്സിൽ ഓടിക്കൊണ്ടിരിക്കണം. 65 വയസ്സായ ഒരു മനുഷ്യനാട്ടോ. ആളുടെ ബോഡി, ആള് വേൾഡിലെ ചാമ്പ്യനാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. സാറേ, നമുക്ക് വേൾഡിൽ, അതും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ ചെയ്ത അച്ചീവ്മെന്റ്സിന് എന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓണർ ചെയ്ത് എനിക്ക് ഡോക്ടറേറ്റ് തന്നിട്ടുണ്ട്. അടിപൊളി. അപ്പം വെറും ആളല്ല, ഡോക്ടർ പീറ്റർ ജോസഫ്, അങ്ങനല്ലേ? അങ്ങനെയാണ്. സാറിന് ഇനി വേറൊരു കാര്യമുണ്ട്. വേൾഡിൽ വേറെ ഒരാൾക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല, വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും അതേപോലെ ബോഡി ബിൽഡിങ്ങിലും ഒരേപോലെ വേൾഡ് റെക്കോർഡ് അല്ലേ? വേൾഡ് ഗോൾഡ് മെഡൽ വേറെ ആർക്കും ഉണ്ടാവില്ല. ഞാനും കേട്ടിട്ടില്ല അങ്ങനെ ആൾക്കാർ കൊണ്ടുവന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രയത്നങ്ങൾക്കൊടുവിലാണ് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും എൻ്റെ 16 വയസ്സിൽ തുടങ്ങിയ തപസ്യാണ്. അത് ശരിക്കും പറഞ്ഞാൽ വേൾഡ് ചാമ്പ്യൻ ആയത് 58ാമത്തെ വയസ്സിലാണ്. ദൈവമേ, 16 വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ് 58ാമത്തെ വയസ്സിൽ നമ്മൾ അച്ചീവ് ചെയ്തത്. അതും വേൾഡിന്റെ നിറയെ തന്നെ അമേരിക്കയിൽ പോയിട്ട് കാലിഫോർണിയയിൽ പോയിട്ടാണ് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഗോൾഡ് മെഡൽ വാങ്ങിയത്. ദൈവമേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്കൊക്കെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഫെയിലാവുമ്പോൾ ഭയങ്കര മനസ്സിന് വിഷമിച്ച് ഡിപ്രഷൻ അടിച്ച് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ 16 വയസ്സോട്ട് കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട് നമുക്ക് ഇത്രയും നാളെ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. അത് ഫെയിലിയർ ആണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സിൻ്റെ എല്ലാം ബേസ്. അതില്ലെങ്കിൽ ഒരിക്കലും ഈ ലെവലിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു. ഫെയിലിയറിൽ നിന്ന് പഠിച്ച് എന്താ പറയുന്നത്, ആ ആവേശത്തിൽ നമ്മൾ വിടാതെ പിടിച്ച് കയറി വന്നതാണ്. ചെറുപ്പത്തിൽ 21 വയസ്സിൽ വേൾഡ് ഒളിമ്പിക്സ് മെഡൽ കിട്ടുമെന്ന് ആശിച്ച എന്നെ 58ാമത്തെ വയസ്സിലാണ്, അത് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ഇന്ത്യൻ ടീമിലേക്ക് അന്ന് സെലക്ഷനിലായി വന്നിരുന്നതാണ് ഒളിമ്പിക്സിലേക്ക്. അതെ, അത് കാലിഫോർണിയയിൽ നടന്ന ഒളിമ്പിക്സിൽ. അത് എനിക്ക് ചെറുപ്പത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ എനിക്ക് അന്ന് പങ്കെടുക്കാൻ പറ്റാത്ത പ്രശ്നത്തിലേക്ക് പോയി. അതേ സ്ഥലത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയായിരുന്നു. അത് അന്ന് ഇന്ത്യക്ക് വേണ്ടി മെഡൽ വാങ്ങാനുള്ള ഏറ്റവും വലിയൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അത് പോയി നഷ്ടപ്പെട്ടു. അത് എങ്ങനെയാണ് തിരിച്ച് ഞാൻ എത്തിയതെന്ന് അറിയില്ല. 34 വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് കാലിഫോർണിയയിൽ പോയിട്ട് ഞാൻ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ തന്നെ വേൾഡ് ചാമ്പ്യനായി അമേരിക്കയുടെ നിറകയിൽ വെച്ചിട്ട് ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചു. അടിപൊളി. ഒരു രക്ഷയില്ലട്ടോ. സത്യം പറഞ്ഞ രോമകൂപങ്ങൾ എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. ഒരാളുടെ ആ ഒരു അച്ചീവ്മെൻറ്റ്സ് അത്ര ആദ്യം ഒളിമ്പിക്സ് നേടാനായിട്ട് പോകുന്നു, അത് നടക്കുന്നില്ല. അതിനുശേഷം നമ്മൾ സത്യം പറഞ്ഞു ഞാനങ്ങനെ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയി. മരുന്ന് വരെ കഴിച്ചു ഞാൻ. ഡിപ്രഷൻ്റെ മരുന്ന് വരെ കഴിച്ച് എന്നിട്ടാണ് തിരികെ വന്നത്. എനിക്ക് ഏറ്റവും ഇത് തോന്നിയൊരു കാര്യമുണ്ട് കേട്ടോ. സാറിൻ്റെ കൊറോണ ടൈമിലൊരു ഫോട്ടോ ഞാൻ കണ്ടു കേട്ടോ. സത്യം പറയല്ലേ, ഞാൻ മൈൻഡ് ബ്ലോയിങ്. വയറൊക്കെ ചാടി, ഇപ്പോൾ എന്നെ പോലെ പറയാട്ടോ, അത്യാവശ്യം ഇതൊക്കെ ആയിട്ട്. പക്ഷേ ഇത് ഇപ്പം നോക്കി, അതായത് അതിൻ്റെ ഒരു സത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യർ ഒരിക്കലും എത്ര പ്രായമായാലും അധ്വാനിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഒരു മനുഷ്യനൊഴിച്ച് ഭൂമിയിൽ ഒരു ജീവികളും
അധ്വാനിക്കാതെ ജീവിതാവസാനം വരെ ഭക്ഷണം കഴിക്കുന്നില്ല. മനുഷ്യൻ മാത്രം ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാം ഇന്ന് പ്രായം ആയാലും 20 വയസ്സായാലും ഫിസിക്കൽ അധ്വാനം ഇല്ലാതെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതൊരിക്കലും പ്രകൃതി തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ പ്രകൃതി വിരുദ്ധം എന്ന് വേണമെങ്കിൽ അറിയാം, പ്രകൃതിക്ക് എതിരാണത് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദുരന്തങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എത്ര കാലം ആരോഗ്യത്തോടെ ജീവിക്കണോ അത്രയും കാലം മസിലുകളെ അധ്വാനിപ്പിച്ച് തന്നെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത്. അത് ആ ജീവിത സ്റ്റൈൽ ഇന്നില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ് അതിന് രോമന പേര് വിട്ട് അതിന് മരുന്നും കഴിച്ചു നടക്കുന്നത്. നമ്മൾ ലൈഫ് ലോങ് മരുന്നും കഴിച്ച അവസാനം രോഗിയായി മരിക്കുന്നു. അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. കറക്റ്റ് പോയിന്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രായത്തെ പുറകിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മസിലുകളെ അധ്വാനിപ്പിക്കണം. നടന്ന കാര്യമൊന്നുമില്ല, നടത്തിയിൽ ഒരു മസിലുകൾ അധ്വാനിക്കുന്നില്ല. ചെറിയൊരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വ്യായാമം എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. മസിലുകളെ നമ്മുടെ ശരീരം മനുഷ്യൻ്റെ എല്ലാ ജീവികളുടെയും ശരീരത്തിൻ്റെ ജോയിൻസ് എല്ലാം ഉണ്ടാക്കിയെടുത്തിരുന്നത് മസിലുകളുടെ സ്ട്രെങ്ത്തിലാണ്. അത് എല്ലാവരും മസിലുകൾ എന്ന് പറയുമ്പോൾ നേരെ ബോഡി ബിൽഡറിൻ്റെ ഒരു വിചാരമാണ്. ബോഡി ബിൽഡിംഗ് ഞങ്ങളിതിൻ്റെ എന്താ പറയുക മോഡൽസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അതായത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മോഡൽസ് മാത്രമാണ്. അതുപോലെ എല്ലാവരും ആവാനല്ല പറയുന്നത്. എല്ലാവരുടെയും എല്ലാ മസിലുകളും അധ്വാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രകൃതി സൃഷ്ടിച്ചത്. അതിനെ അധ്വാനിപ്പിച്ചില്ലെങ്കിൽ അത് വീക്കായി പോകും. മൊത്തം മസിലുകൾ അധ്വാനിച്ചില്ലെങ്കിൽ എപ്പോൾ രോഗിയായെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും വർഷങ്ങൾ 16 വയസ്സ് മുതൽ ഈ പറഞ്ഞ ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങിയതാണ്. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോയി. ഇപ്പോൾ ദിവ്യം പറഞ്ഞ വരെ കൊറോണ ടൈമിൽ വിട്ടുപോയി. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 30 വയസ്സിന് ശേഷം വർഷങ്ങളോട് ചെയ്തില്ല. പിന്നെ 39ാമത്തെ വയസ്സിലാണ് ഞാൻ വീണ്ടും ജിമ്മിലേക്ക് വന്നത്. വീണ്ടും ഞാൻ ആദ്യമായിട്ട് വിൻ ചെയ്ത് മിസ്റ്റർ തമിഴ്നാടു, അത് കഴിഞ്ഞ് മിസ്റ്റർ കേരള വിൻ ചെയ്തു. മിസ്റ്റർ സൗത്ത് ഇന്ത്യ 52ാമത്തെ വയസ്സിൽ മിസ്റ്റർ സൗത്ത് ഇന്ത്യ, എല്ലാം ചെറുപ്പക്കാരോടൊപ്പം ഉണ്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു റെക്കോർഡെന്ന് പറയാവുന്നത് 50ാമത്തെ വയസ്സിൽ ഞാൻ ജയ്പൂർ വെച്ചിട്ട് മിസ്റ്റർ ഇന്ത്യ ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സിനോടൊപ്പം യുവാക്കൾക്കൊപ്പം 50ാമത്തെ വയസ്സിൽ മിസ്റ്റർ ഇന്ത്യ ഗോൾഡ് മെഡൽ വാങ്ങി. അപ്പോൾ അതൊരു റെക്കോർഡ് തന്നെയാണ്. കാരണം ആ ഏജിൽ ചെറുപ്പക്കാരെ തോൽപ്പിച്ച് ഒരു ഗെയിമിലും ആർക്കും വിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് ഒരു വേൾഡ് ലെവലിലേക്ക് പോയത്. 50ാമത്തെ വയസ്സിന് ശേഷമാണ്. അതെനിക്ക് ഏജ് ഗ്രൂപ്പിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മാസ്റ്റേഴ്സും ചെയ്തു. 56 വയസ്സ് വരെ ഞാൻ മിസ്റ്റർ ഇന്ത്യ ചെറുപ്പക്കാരോടൊപ്പം മത്സരിച്ചിരുന്നു. മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു 56 വയസ്സ് വരെ. എന്നിട്ടാണ് നമ്മൾ അവിടേക്ക് പോയത്. അതിനുശേഷമാണ് ഞാൻ ശരിക്കും ഓരോ പടി കയറി വേൾഡിൻ്റെ നെറുകയിലേക്ക് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടിപ്പോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് പീറ്റർ സാർ ഒരു അത്ഭുതം തന്നെയാണ്. ഇനി വേറൊരു കാര്യമുണ്ടോ, പീറ്റർ സാർ ഈ പറഞ്ഞ സാധനം ഒക്കെ ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് എന്ത് തന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു സാധനം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സാധനത്തിലാണ് ഞാൻ കൈയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാധനം സാറേ, ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം ഞാൻ പറയും. ഞാൻ എൻ്റെ ഇത്രയും കാലത്ത് എൻ്റെ ഈ ഫിറ്റ്നസ് രംഗത്തുള്ള എൻ്റെ അറിവുകൾ ക്രോഡീകരിച്ചിട്ട് ഞാൻ ഒരു മനുഷ്യർക്ക് ഒരു ഹ്യൂമൻ ബോഡിക്ക് എന്തെല്ലാം മസിലുകൾ, ഏതെല്ലാം രീതിയിൽ മസിലുകൾ അധ്വാനിപ്പിക്കണം. നമ്മൾ പറമ്പിൽ പണിതാലും പാടത്ത് പണിതാലും കാട്ടിൽ പോയി ജോലി ചെയ്താലും നമ്മുടെ ശരീരത്തിന് അവിടെയൊക്കെ എല്ലാം നമ്മളൊന്ന് ആലോചിക്കണ്ട, എല്ലാം തന്നെ വർക്ക് ചെയ്തോളും. ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ജോലി ചെയ്യുമ്പോൾ എല്ലാ മസിലും വർക്ക് ചെയ്യും. അവിടെ ഒരു പ്ലാനിങ്ങും വേണ്ട, ഒരു തിയറിയും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ നമ്മൾ അതില്ലാത്ത അവസ്ഥയിൽ നമ്മളൊരു മെഷീനിലേക്ക് എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യണം. ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ ഇന്ന മസിലുകളൊക്കെ വർക്ക് ചെയ്യും. അങ്ങനെ ഞാനൊരു 15 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തത് ഒരു ഹ്യൂമൻ ബോഡിക്ക് എന്തൊക്കെ മസിലുകൾക്കുള്ള വർക്കൗട്ട് വേണം എന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് എനിക്ക് പേറ്റൻറ്റ് കിട്ടിയ മെഷീനാണത്. മാജിക് ജിം എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. മാജിക് ജിം, ഇതിന് പേറ്റന്റ് ഉണ്ട്. അടിപൊളി. ഒരു മലയാളിക്ക് ഒരു ജിം എക്യുപ്മെൻറ്റിനകത്ത് പേറ്റന്റ് കിട്ടും. വേറെ ആർക്കും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാനും കേട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഷീനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ട്രെഡ്മില്ല് അങ്ങനെ കുറേ ഇലക്ട്രിക്കല് അത്തരം മെഷീനിലൊക്കെ അതിന് കറണ്ട് വേണം, ഒന്നിൽ കറണ്ട് വേണം. കംപ്ലൈൻറ്റ്സ് ഒരുപാടുണ്ട്. കംപ്ലൈൻറ്റ്സ് വന്ന് എൻ്റെ വീട്ടിൽ ഒരു ട്രെഡ്മില്ല് ഇരിപ്പുണ്ട് കേട്ടോ. ആ ട്രെഡ്മില്ല് ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. കംപ്ലൈൻ്റ് ആയതാണ്. ഇത്രയും നാളായി എനിക്കൊന്ന് വാങ്ങിച്ച ആദ്യത്തെ 1-2 മാസം എന്തോ ഉപയോഗിച്ചു, നടക്കാൻ കൂടിപ്പോ. എൻ്റെ ഈ ജിമ്മിൽ ട്രെഡ്മില്ല് 4 ഉണ്ടായിരുന്നു. അതിന്മേന്ന് പലരും വീണു. പിന്നെ അത് ചില സമയത്ത് അത് പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ ആളുടെ കംപ്ലൈൻ്റ് ആവും, നടുവേന വരും. അപ്പോൾ അതുമല്ല, ഇതുമ്മ ചെയ്ത് കഴിഞ്ഞാൽ കാലിൻ്റെ പാദം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു മസിലുകൾക്ക് അത് വർക്കില്ല. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ എല്ലാവരും ട്രെഡ്മിൽ ഡോക്ടേഴ്സ് വരെ നിങ്ങൾ നടന്നാൽ മതി, ട്രെഡ്മിൽ നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യണം. അത് എന്തുകൊണ്ടാണെന്നുള്ള കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. അതായത് മനുഷ്യൻ്റെ മസിലുകൾ വർക്ക് ചെയ്യരുത്. മനുഷ്യൻ്റെ മസിലുകൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രോഗികളാവും.
രോഗികളായ പലർക്കും അതുകൊണ്ട് മെച്ചമുണ്ട്. അതാണ് അതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. അപ്പോൾ ജനങ്ങളത് വിശ്വസിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കണം. 24 മണിക്കൂറും എവിടെയൊക്കെ നടക്കാൻ കിട്ടുന്നോ ഇപ്പോൾ അവരുടെ പോക്കറ്റിൽ മിക്കവാറും മരുന്നുണ്ടാവും. കാരണം അതാണ് അവസ്ഥ. അതായത് മസിലുകൾ വർക്ക് ചെയ്യാത്തവർക്ക് കാലും പാദം മാത്രം ഇട്ട് ഇളക്കി നടന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള രോഗശാന്തി ഒന്നും കിട്ടില്ല. ഒരു ആരോഗ്യം തിരിച്ചു വരില്ല. ആരോഗ്യം തിരിച്ചു വരണം. നിങ്ങൾ യൗവനത്തിൽ അല്ലെങ്കിൽ യുവത്വത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മസിലുകളെയും നന്നായിട്ട് അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്ത് അതിനെ ടയർഡാക്കിയിട്ട് 24 മണിക്കൂറിനുള്ളിൽ ആ മസിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി പുതിയ മസിലിൻ്റെ നാരുകൾ ഫോം ചെയ്യും. പുതിയ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യും. ഇത് ചെയ്യാത്തവരുടെ ശരീരത്തിൽ അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല. നമ്മുടെ ഹോർമോൺസ് ഒന്നും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ സിസ്റ്റം അന്ന് മുതൽ പഴകിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ എപ്പോൾ രോഗിയായെന്ന് ആലോചിച്ചാൽ മതി. രോഗാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗിയായിട്ട് തന്നെ നമുക്ക് അവസാനിക്കാം. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സിസ്റ്റം. അത് ഞാൻ പറയുന്നതല്ല, ഇത് പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മറ്റുള്ള ജീവികളും ഈ പറഞ്ഞോണം കഠിനമായിട്ട് അധ്വാനിച്ച് അത് മരിക്കുന്നത് വരെ ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് അവനവൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അതില്ലാത്ത അവസ്ഥ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് പാടത്തും പറമ്പിലും കാട്ടിലും പോയി ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനിങ്ങനെ ഒരു സിസ്റ്റം ഒന്നിൽ ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇത്രയും സ്പേസിൽ ഒരു എല്ലാ 22ഓളം എക്സസൈസ് നമ്മൾ ചെയ്യാം. ഇതിനൊന്ന് കാണിച്ചു തരാമോ? 1-2 എക്സസൈസ്. ഈ മെഷീൻ ഇത് കണ്ടിട്ട് ഇത് എങ്ങനെ ചെയ്യുമെന്ന് ആളുകൾക്ക് പല സംശയം ഉണ്ടാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. എന്തോ ഒരു ഇതുപോലെ സ്റ്റാൻഡുകൾ നിൽക്കുന്നതാണല്ലോ. അതെ. ഇതുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെയിറ്റ് കൂട്ടി ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ അവിടെ 2 വെയിറ്റ് ഇടാവും. ഇവിടെ ഇവിടെ 2 വെയിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പുറത്തൂടെ അതേപോലെ. ഓക്കെ. ഇപ്പം ഞാനൊരു വർക്കൗട്ട് ചെയ്യാണ്. ഞാൻ ഈ ചെസ്റ്റിൻ്റെയും ഷോൾഡറിൻ്റെയും ഒക്കെ ആയിട്ടുള്ളൊരു വർക്കൗട്ട് ചെയ്യാണ്. ആംസിനൊക്കെ മൊത്തം കിട്ടും. ഇപ്പോൾ ഇത് ഒരു ബോഡി ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ഒരു സാധാരണ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക്, പ്രായമുള്ള മനുഷ്യർക്ക്, കൊച്ചു കുട്ടികൾക്കൊക്കെ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്ത് നല്ല ഷേപ്പിലും ഭംഗിയിലും നിലനിർത്താനല്ലേ. ബോഡി ബിൽഡിംഗ് മെഷീൻ അല്ല, അത് ജിമ്മിലേക്ക് ബോഡി ബിൽഡിംഗ് ഉള്ള മെഷീൻ അല്ല. പക്ഷേ നമ്മൾക്ക് സാധാരണക്കാർക്ക് നമ്മളുടെ മസിൽസിനെ നല്ല സ്ട്രോങ് ആക്കി ആവശ്യത്തിനുള്ള ഹെൽത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും ഒക്കെ വർക്ക് ചെയ്യും. ഓക്കെ. വാവ്, അടിപൊളി. ഇത് ഓപ്പൺ മാർക്കറ്റിലേക്ക്. ഓക്കെ. ഈ ഒരു ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതിൻ്റെ ഈ ഒരു വശത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം. കണ്ട ആ വെയിറ്റ് അവിടെ ലിവറയിൽ ആയതുകൊണ്ട് ചെറിയ വെയിറ്റ് മതി, അത്യാവശ്യം ലോഡ് കിട്ടും. അത് നമുക്ക് ആവശ്യമനുസരിച്ച് വെയിറ്റ് കൂട്ടാം. അത് തന്നെ നമ്മൾ തിരിഞ്ഞൊന്ന് നിന്ന് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൽബോയ്ക്ക് ചുറ്റുമുള്ള ട്രൈസെപ്സ് മസിലുകൾ എന്ന് പറയും. ഓക്കെ. ഇതെല്ലാം വർക്ക് ചെയ്യും. ഇത് ഇപ്പോൾ ലേഡീസിനൊക്കെ ഈ മസിലുകൾ ഇതുപോലെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ലേഡീസിന് മസ്കുലർ ആവില്ല, ലേഡീസിന് ലീൻ ആയിട്ടുള്ള മസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആണുങ്ങളെ പോലെ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല. ആണുങ്ങൾക്കാണെങ്കിൽ കുറച്ചൊക്കെ മസിൽ പ്രൊജക്ഷൻ കഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. എല്ലാവരും ചെയ്യേണ്ട എക്സസൈസുകളൊക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെയില്ല. സ്ത്രീകൾക്കും പാടത്തും പറമ്പിൽ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് വേറെ ജോലി, പുരുഷന്മാർക്ക് വേറെ ജോലി, അങ്ങനെ ഇല്ലല്ലോ. അതുപോലെയാണ് എക്സസൈസും. പക്ഷെ നമ്മുടെ ആള് ധരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് കുറച്ച് തുള്ളിയാൽ മതി, ഡാൻസ് ചെയ്താൽ മതി, അവരുടെ മസിലുകളൊന്നും വർക്ക് ചെയ്യണ്ടെന്നുള്ള ധാരണയാണ്. സ്ത്രീകളുടെ മസിലുകൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല. ആണുങ്ങളെ പോലെ നല്ല സ്ട്രെങ്ത് കിട്ടും, നല്ല ലീൻ ഷേപ്പ് വരും. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പല ബോഡി ബിൽഡിംഗ് വലിയ മസിൽ കാണുന്ന പെണ്ണുങ്ങൾ നാച്ചുറൽ അല്ല. അവർ മെയിൽ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് അങ്ങനെ ആക്കിയെടുക്കുന്നത്. സ്റ്റിറോയിഡ്സ് മെയിൽ ഹോർമോൺ ഉപയോഗിച്ചിട്ടാണ് അവർ മസിൽ പ്രൊജക്ഷൻ. നാച്ചുറലായിട്ട് ലേഡീസിന് മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല എത്ര കഷ്ടപ്പെട്ടാലും. പക്ഷെ അവർക്ക് നല്ല ബോഡി ഷേപ്പ് ഉണ്ടാവും, അവർക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, അവരുടെ ഏജ് കുറയുകയും ചെയ്യും. അതാണ് ഇതിന്റെ ടെക്നിക്ക്. ജിമ്മിൽ പോകണം, സ്ത്രീകൾ ജിമ്മിൽ പോകാനുള്ള പറയുന്ന കാര്യം തന്നെ അതാണ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു എക്സസൈസ് കാണിച്ചു തരാം. ഇതിനകത്ത് കാലിന് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ. ഈ മെഷീനോട് ഇങ്ങനെ ഒരു ചെയർ ഉണ്ടാവും. ഇതിപ്പോൾ കുറേ പഴയ മെഷീനാണ്. ഇതിപ്പോൾ 2 കൊല്ലം പഴക്കമായ മെഷീനാണ്. ഇതിന്റെ ന്യൂ വെർഷൻ ആണോ ഇപ്പോൾ? ഇപ്പോൾ ന്യൂ വെർഷൻ ആണുള്ളത്. ഓക്കെ. കസേര ഇടുക, ഇത് അടുപ്പിച്ചിടുക, ഈ ചെയിൻ എടുത്ത് ഇതിനധികം ലോക്ക് ചെയ്യുക. അപ്പോൾ കസേര നീങ്ങിപ്പോകാതിരിക്കും. ഓക്കെ. ജിമ്മിലാണെങ്കിൽ ഈ ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ലെഗ് പ്രസ് എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ടാവും. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കാലിങ്ങനെ വെച്ചിട്ട് അവിടെ വെയിറ്റ് ആവശ്യമായിട്ട് ലോഡ് ചെയ്യാം. കാലിൻ്റെ മുട്ടിങ്ങനെ
ഒരു 90 ഡിഗ്രിയിൽ വളഞ്ഞാലാണ് ഈ മസിൽ വർക്ക് ചെയ്യുള്ളൂ. ഇനി ഞാൻ വരെ ഈ മെഷീൻ കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം? ഇതെല്ലാം ഞാൻ വീഡിയോസ് അയച്ചു കൊടുക്കാം അവർക്ക്. വീഡിയോസ് അയച്ചു കൊടുക്കും, കൊണ്ടുപോകുന്ന ആൾ അത് പഠിപ്പിച്ചും കൊടുക്കും വീട്ടിൽ പോയിട്ട്. ഓക്കെ. ഇത് ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ ആണ്? ഇല്ല ഓപ്പൺ മാർക്കറ്റിൽ ഞാൻ സെയിൽ ചെയ്യുന്നില്ല. ഞാൻ വഴി മാത്രം. കാരണം അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ യൂസ് ചെയ്യുന്ന ആർക്കും മനസ്സിലാവില്ല. ഈ കാലിൻ്റെ മസിൽ വർക്ക് ചെയ്യുന്നത് സാധാരണ ആൾ പറയും നടന്ന കാലിൻ്റെ മസിൽ വർക്ക് ചെയ്യുന്നു. ഇല്ല, ഇതുപോലെ 90 ഡിഗ്രിയിൽ വളഞ്ഞിട്ട് ഇവൻ്റെ ഈ പാൻറ്റ് ടൈറ്റ് ആയതുകൊണ്ട് ഫുള്ളായിട്ട് വരുന്നില്ല. 90 ഡിഗ്രിയിൽ വളഞ്ഞിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ മുട്ടിൻ്റെ ഇവിടെ നിന്നുള്ള ഈ മസിലുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ വെറുതെ ഇങ്ങനെ കിടന്ന് കാലാടിയാൽ ഈ മസിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇത് നമ്മുടെ ബോഡിയിലെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ മസിലും ഇത് ഈ മസിലുകളാണ്. അപ്പോൾ ഇതിന് ഉള്ള വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കലോറി ബേൺ ചെയ്യുന്നതും ഏറ്റവും വയറ് കുറയ്ക്കാൻ നല്ലതും ഏറ്റവും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ യുവത്വം കീപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല മസിൽ ഈ തൈ മസിലിനെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇതൊന്നും ആരും പറഞ്ഞു തരാറില്ലല്ലോ. പക്ഷെ ഇതൊക്കെ നമ്മൾ വീഡിയോയും കൊടുക്കും ആളുകൾക്ക്. ഇനിയൊരു മെഷീൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെ ചെയ്യണം. അത് മെഷീൻ വാങ്ങുന്നവർക്ക് അതിൻ്റെ വീഡിയോ ഓരോന്നും വാട്സപ്പിൽ അയച്ചു കൊടുക്കും ഞാൻ. അപ്പോൾ അവർ കൃത്യമായിട്ട് അത് മൊബൈൽ ഹോൾഡർ ഉണ്ട് തന്നെ മെഷീൻ. ആ മൊബൈൽ ഹോൾഡറിൽ മൊബൈൽ ഇട്ടിട്ട് അത് 2-3 ദിവസം ഉണ്ട്. അവിടെ മൊബൈൽ ഹോൾഡർ ഉണ്ടോ എന്ന് കാണിച്ചു കൊടുത്തേ. വേണ്ട, ഇവിടെ മൊബൈൽ വെക്കാൻ പറ്റും. ഇവിടെ ഇതിനകത്തൂടെ അത് മൊബൈൽ വയ്ക്കാം. മൊബൈലിൽ നോക്കിക്കൊണ്ട് നമുക്ക് ഓരോ എക്സസൈസും കണ്ട് 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഈസിയായി. ഇനി അതേപോലെ തന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെയുള്ള ഈ കസേര ഇതിൻ്റെ കൂടെ കിട്ടുന്നതന്നെയാണ്? കസേരയ്ക്ക് ഇതിൻ്റെ കൂടെ ഉള്ളതാ ആണല്ലേ? ആ ചെയിൻ അന്നേരം അതിനു വേണ്ടിയുള്ളതാണ്. ഇത് എങ്ങനെ ഇത് ആളുകളുടെ അടുത്ത് പറഞ്ഞ് ഈ സാധനം ഉണ്ടാക്കിച്ചു? അതാണ് ഏറ്റവും വലിയ അത്ഭുതം എനിക്ക് കണ്ടിട്ട്. അതാണ് 15 വർഷം എടുത്തു എന്ന് പറയുന്നത്. വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 40 വർഷത്തോളം പഴക്കമുള്ള ജിമ്മാണ് അങ്കമാലിയിലുള്ളത്. എനിക്കത് കേരളത്തിലെ ആദ്യത്തെ മോഡേൺ ജിമ്മാണിത് അല്ലേ? ഈ മോഡേൺ സിസ്റ്റത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് ലീഹാൻസ് ജിമ്മാണ്. അത് കേരളത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ ആ ഒരു ജിമ്മിൽ ഇനി ഇവിടെ വേറെയും കുറേ മെഷീൻസ് ഉണ്ട്. ഈ മെഷീൻ്റെ ആദ്യകാല രൂപമാണ് ഈ ഇരിക്കുന്നത് അല്ലേ? അതായത് 18 തരം എക്സസൈസ് ചെയ്യാവുന്ന ഒരു മെഷീൻ ആ രൂപത്തിലാണ് ആദ്യം ചെയ്തത്. അതിനെ ഞാൻ മോഡിഫൈ ചെയ്ത് ക്രോഡീകരിച്ചുണ്ടാക്കിയതാണ് ഇത്. ഒന്നാലും ഇത്രയും വലിയ മെഷീൻ നമുക്കൊരു വീട്ടിൽ കൊണ്ടുവെക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയ കാര്യമല്ല. പക്ഷേ ഇതിനകത്ത് 18 ഐറ്റം ചെയ്യാം. പക്ഷേ ഇതിനകത്ത് 22 ചെയ്യാം. ഇതിനകത്ത് 20 ഇത് നമുക്ക് എപ്പോഴും അങ്ങോട്ട് മാറ്റിയിടാം. അതൊരിക്കലും ഒരു സ്ഥലത്ത് ഫിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ റൂമിൽ അത്രയും സ്പേസ് അനക്കാൻ പറ്റില്ല. അതിനൊരു 500 കിലോ വെയിറ്റ് ഉണ്ടാവും. അടിപൊളി. ഇത് ആകെ 80 കിലോ വെയിറ്റ് ഉള്ളൂ. 80 കിലോ വെയിറ്റ് ഉള്ളൂ. ഓക്കെ. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മുടെ ബാക്ക് മസിലുകൾക്ക് പൊതുവേ നടുവേനുള്ളവരായിരിക്കുന്ന ആളുകൾ നടുവിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബലപ്പെടുത്തുന്ന ഒരു മസിൽ. ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ചാരി ഇരുന്നിട്ട് ഇങ്ങനെ വലിക്കുക. ഇപ്പം ഇതിന് വെയിറ്റ് ഇവിടെയല്ല അവിടെയാണ് ഇടേണ്ടത് ശരിക്കും. വെയിറ്റ് അവിടെ കിട്ടോ അപ്പുറത്താണ് അല്ലേ? അടുത്തിട്ട് അവിടെ കിടന്നിട്ട് കുഴപ്പമില്ല. അത് വരണ്ട, വേണമെന്നില്ല. ഇതിന് വെയിറ്റ് ഇവിടെ അപ്പോൾ ആ വെയിറ്റ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ? ആ വെയിറ്റ് കൊണ്ട് കാര്യമായി പ്രയോജനം ഉണ്ടാവില്ല. ഇപ്പൊ ഇതിന് സെപ്പറേറ്റ് അവിടെ തന്നെ വെയിറ്റ് ഇടണം. ഇത് ഊരി അവിടെ ഇട്ടാലും മതി. ഇപ്പൊ നല്ല ലോഡായി. ഇപ്പൊ വലിക്കുമ്പോൾ ഫുൾ ലോഡായി. ഈ വെയിറ്റ് അത്ര ഉയരത്തിൽ പോകണം അത്. അപ്പോൾ ചെറിയൊരു വെയിറ്റ് ആണ് ഈ 10 കിലോ അത് ടോട്ടൽ ഉള്ളൂ. ആ 10 കിലോ കൊണ്ട് ശരിക്കും നല്ല ജിമ്മിലൊക്കെയാണ് ഒരു 50 കിലോ വലിക്കുന്നത്. അത്രയും നല്ല സ്ട്രെയിൻ ഉണ്ട്. ഇതിപ്പോൾ വെയിറ്റ് വേണ്ടാത്തവർക്ക് വെയിറ്റിലാണ്ട് തന്നെ ചെയ്യാം. ലേഡീസിനൊക്കെ തുടക്കത്തിൽ വെയിറ്റ് വേണ്ടി വരില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരുടെ മസിലുകളൊക്കെ സ്ട്രെങ്ത് ആകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വെയിറ്റ് ഇട്ട് ചെയ്യാൻ പറ്റും. എത്ര വീക്കായിട്ടുള്ള എത്ര ഏജ് ആയിട്ടുള്ള ആളുകൾക്കായാലും മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും. ഒരു സംശയമില്ലാത്ത കാര്യം അത്. അടിപൊളി. ഇത് തന്നെ നമുക്ക് അത് തന്നെ കൈ കൊണ്ട് കൈ ഇങ്ങനെ മലത്തി പിടിച്ച് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മസിലുകളായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ. കൂടുതൽ ആളുകളും കൈക്കല്ലേ ചെയ്യുന്നത്? അപ്പോൾ കൈക്കുള്ള എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. അത് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ കൈയുടെ ബൈസെപ്സ് മസിലാണ്. ഈ മസിലാണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇത് എഴുന്നേറ്റ് നിന്നും വേണം ചെയ്യാം. എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ചെയ്യാം. ഞാൻ ആദ്യം വിചാരിച്ച് കൈക്ക് എങ്ങനെ കിട്ടുമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. കൈയുടെ എല്ലാ മസിലും കിട്ടും. കണ്ടോ? അടിപൊളി. ഈസി ആയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ വയറൊക്കെ ഇവിടെ തന്നെ ഇട്ടിട്ട് നമുക്ക് ഷോൾഡറിന് ചെയ്യാം. ഈ ട്രപ്പീസിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ മസിൽ. ഇത് ജിമ്മിൽ നമ്മൾ വെയിറ്റ് എടുത്ത് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അത് ഇങ്ങനെ ചെയ്യാം.
വേറെ ഇതുണ്ടെങ്കിൽ നമ്മൾ ഡമ്പൽ പോലും പിന്നെ വീട്ടിൽ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ഇപ്പം മോഡേൺ ഹൈഡ്രോളിക് ജിമ്മിന് ഇതേപോലുള്ള എക്യുപ്മെന്റ്സ് അത് കൂടുതലും വയറുകളാണ് നമുക്ക് ഇഷ്ടം പോലെ. അതുമേ എപ്പോഴും റിപ്പയർ വരും, അതിൻ്റെ റോപ്പ് മാരണം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെഷീൻ ആണെങ്കിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് വരും, സർവീസിന് ആൾ വേണം. ഇതുമ്പോൾ യാതൊരു സിസ്റ്റത്തിനും കംപ്ലയിൻ്റ് ആവില്ല, ലൈഫ് ലോങ് അവിടെ കിടന്നുള്ളൂ, ഒരു കംപ്ലയിൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത ഒരു മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത സാധനമാണ്. ഇനി നമ്മൾ ഡമ്പൽ ചെയ്യുന്നവർ സിംഗിൾ ഹാൻഡിൽ ചെയ്യാം. ഓ, ഡമ്പൽ ചെയ്യുന്നവർക്ക് അതും ചെയ്യാൻ പറ്റും. ഈ സാധനങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ ഉള്ളതാണോ? ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ തിരിച്ച് നമ്മുടെ കൈനാട് മസിലുകളെ തിരിച്ചു വലിക്കുന്നുണ്ടോ? ആ, നോക്കി. ഞാൻ ആദ്യം വിചാരിച്ചു ഇതെങ്ങനെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈസിയായിട്ട് ചെയ്യാം. അതെ. വാവ്, ഇതെന്താ സംഭവം? അത് നമുക്ക് അബ്ഡോമൻ എക്സസൈസ് ചെയ്യാനുള്ള, അതായത് ആളുകൾക്ക് കൂടുതലും വയറ് കുറയ്ക്കാതെന്ന് ഞാൻ പറയില്ല, വയറിൻ്റെ സ്ട്രെങ്ത് ചെയ്യുന്ന എക്സസൈസ് അബ്ഡോമൻ എക്സസൈസ്. സാധാരണ ഫ്ലോറിൽ കിടന്ന് കഴിയുമ്പോൾ നടുവേനൊക്കെ ഉണ്ടാവും. ഇതാവുമ്പോൾ നടുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൂടാതെ നടുവിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യും ഇതുമ്പോൾ ചെയ്യുമ്പോൾ. അതൊന്ന് കാണിക്കാമോ? ഇതിപ്പോൾ ഇതിൻ്റെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ചെയിൻ്റെ ആവശ്യമില്ല അതിനകത്ത്. ചെയിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ ഇവിടെ ചാരിയേക്കും, കാല് മുന്നോട്ട് വയ്ക്കും, എന്നിട്ട് കൈ ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ വലിക്കുന്നത് അബ്ഡോമൻ മസിൽ കൊണ്ടാണ്. വയറിന് കിട്ടുന്ന മസിൽ അല്ലേ? തിരിച്ചു പോകുമ്പോൾ നടുവിനും പതുക്കെ പിടിച്ചു വിട്ട് കഴിഞ്ഞാൽ നടുവിനും സ്ട്രെങ്ത് കിട്ടും. നടുവിന് നട്ടിലിൻ്റെ മസിലുകളും സ്ട്രോങ് ആവും. നടുവേനുള്ളവർക്ക് ഇത് ചെയ്താൽ നടുവേന കുറയാൻ നല്ലതാണ്. അടിപൊളി. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ചു നടക്കാൻ വേണ്ടി മാത്രമുള്ള സെറ്റപ്പാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ അതുകൂടി ചെയ്യാട്ടോ. ഞാൻ ലാസ്റ്റ് നടത്തി കാണിച്ചു തരാം. ക്രോസ് വാക്കിംഗ് എന്ന് പറഞ്ഞ എക്സസൈസ് ഇത് ചെയ്യാം. ഞാൻ വിചാരിച്ചത് ഈ 2 ഫുഡ് സ്റ്റെപ്പിൻ്റെ ഇത് സാധനം കണ്ടപ്പോഴേ ഇവിടെ കയറി നിന്നുള്ള എന്തോ എക്സസൈസ് മാത്രമേ നമുക്ക് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഞാൻ വിചാരിച്ചു അതിന് മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. അല്ല, സംഗതി അത് മാത്രമല്ല. ഇനി നോക്ക്, ഇതിപ്പോൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ്. നമ്മൾ ചെസ്റ്റ് പ്രസ് എന്ന് പറയും. നമ്മൾ ഈ ബെഞ്ച് പ്രസ് ചെയ്യുന്നതിന് പകരം ഒരു ഏജ് ആയിട്ടുള്ളവർക്ക്, ഇപ്പോൾ ഒരു പ്രായമുള്ളവർക്കും ലേഡീസിനൊക്കെ ഒരുപാട് ലോഡ് എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് മിനിമം ഒരു സ്ട്രെങ്ത്, അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ചെയ്യാൻ പറ്റിയ എക്സസൈസാണ്. ഇപ്പോൾ ഇങ്ങനെ പിടിക്കുക, നേരെ നിൽക്കുക, മുന്നോട്ട് തള്ളുക. അത് നിൽക്കേണ്ട പൊസിഷൻ ഒന്ന് പഠിക്കണം മാത്രം. ഇപ്പോൾ മുന്നോട്ട് ചാരി താഴെ നിന്നിട്ട് ചെരിഞ്ഞ് നിന്നിട്ട് മുന്നോട്ട് തള്ളുക. അപ്പോൾ ചെസ്റ്റിൻ്റെ മസിൽ വർക്ക് ചെയ്യും. അടിപൊളി. അത് തന്നെ ഇപ്പോൾ നമുക്ക് ബാക്ക് മസിലുകൾക്ക്, നമ്മുടെ നട്ടിലിൻ്റെ ഇവിടെ നിന്ന് മുതലുള്ള എല്ലാ മസിലുകളും വർക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് ഇത്. അവിടെ മുകളിൽ ഇത് നമുക്ക് അഴിച്ചു മാറ്റാനുള്ള, അതുകൊണ്ട് ഇത് ലൂസാക്കി കിടക്കുക, ടൈറ്റ് ചെയ്യണം. എന്നിട്ട് പെറോട്ട് മുകളിലത്തെ സാധനം ഊരി മാറ്റാം കേട്ടോ. അത് ഊരി മാറ്റാം കാണിച്ചു തരാം. ഇത് നമ്മുടെ നടുവിൻ്റെ മൊത്തം നടുവിൻ്റെ മസിലാണ്, നട്ടലിൻ്റെ എല്ലാ മസിലും വർക്ക് ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ ലോഡ് അവിടെ ഇടാം. 2 വെയിറ്റ് വേണമെങ്കിൽ അവിടെ ഇട്ടോ. ഇവിടെ നമുക്ക് ഓരോന്നിനും വെയിറ്റ് മാറ്റി ഇടണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ അഡീഷണൽ വെയിറ്റ് വാങ്ങിക്കാനായിട്ട് ആളുകൾക്ക് പറ്റുമല്ലോ അല്ലേ? അത് വാങ്ങിച്ചു വേണമെങ്കിൽ നമ്മൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചു കൊടുക്കും. ഇപ്പം അത്യാവശ്യം നടുവിൻ്റെ മസിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആഫ്റ്റർ മാർക്കറ്റിൽ കിട്ടുന്നതല്ലേ ഈ സാധനം? പിന്നെ മൊത്തം ഒന്ന് ബാഗിലേക്ക് ഒന്ന് വളഞ്ഞു കൂടി കൊടുത്താൽ നടുവിൻ്റെ ലോവർ ബാക്ക് മസിൽ പോലെ വർക്ക് ചെയ്യും. ഫുള്ള് വർക്ക് ചെയ്യും. അതെ, അത് നടുവേനുള്ളവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോയുടെ കണ്ട് അങ്ങനെ വേണം വർക്ക് ചെയ്യാൻ. മേടിച്ചോണ്ട് അതുകൊണ്ടാണ് അത് പുറത്ത് വിൽക്കാത്തതും. അതെ, അതുപോലെ തന്നെ പല ആംഗിളിൽ ഇത് ഞാൻ വേറെ ആർക്കും ഫ്രാഞ്ചൈസി ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഞാൻ വഴി തന്നെ കൊടുത്താലാണ് ആൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മെഷീൻ്റെ വില കളിപ്പിക്കില്ല. അതുകൊണ്ട് ഞാൻ ആർക്കും ഫ്രാഞ്ചൈസി കൊടുക്കില്ല. ലിമിറ്റഡ് സെയിൽ എനിക്ക് ആവശ്യമുള്ളൂ. ഒരുപാട് നമ്പർ സാധനമൊന്നും വിൽക്കത്തില്ല കേട്ടോ. വളരെ കുറച്ച് സാധനം. ഇതിപ്പോൾ വാങ്ങുന്നവർക്ക് ഹെൽത്ത് കിട്ടണം, അതാണ് എനിക്ക് ഉദ്ദേശം. ഇത് നിങ്ങൾക്ക് ആമസോണിലോ വെബ്സൈറ്റിലോ ഒന്നും കയറിയാൽ ഈ പ്രോഡക്റ്റ് കിട്ടത്തില്ല. ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന്, സാറിൻ്റെ അടുത്ത് വന്ന് പേറ്റന്റ് ഉള്ളതുകൊണ്ട് വേറെ ആർക്കും ചെയ്യാനും പറ്റില്ല. അല്ല, ഇത് ചെയ്യുന്നത് എങ്ങനെ? സത്യം പറയാമല്ലോ, ഇത് വേറെ ഒരാൾക്ക് ഒറ്റയടിക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടും ചെയ്യാൻ പറ്റില്ല. ഇത് കോപ്പി ചിലപ്പോൾ നല്ല ടെക്നോളജി അറിയാവുന്നവർക്ക് കോപ്പി അടിച്ച് അടിക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർ ലീഗലായിട്ട് അവർക്കെതിരെ പണിഷ്മെന്റ് വരും.
പക്ഷെ അല്ലേ ചെയ്യാനും പറ്റത്തില്ലല്ലോ, നല്ല പണിയാണല്ലോ ഇതിനകത്ത്. കുറേ സാധനങ്ങൾ, എന്തെല്ലാം സാധനം ഏതൊക്കെ ആംഗിളുകളിലാണ് ചെയ്തേക്കുന്നത്. ഇനി ചുമ്മാ ഇപ്പൊ പ്രായമുള്ളവർക്ക് പുഷപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിലത്ത് പുഷപ്പ് ചെയ്താൽ പൊങ്ങൂല, പൊങ്ങിയാൽ തന്നെ ചിലപ്പോൾ തോളുവേന വരും. ഇത് വളരെ സ്മൂത്ത് ആയിട്ട് ലേഡീസിനും പ്രായമുള്ളവർക്ക് പുഷപ്പ് ചെയ്യാം. ഇത് പുഷപ്പ് ചെയ്യുന്നതാണോ? അത് വീഡിയോ ഇവിടെ നിന്നിരുന്നായിരിക്കും നല്ലത്. അതൊന്ന് കാണിച്ചു കൊടുത്തത്. ലൈറ്റ് ഉണ്ടാവില്ല. ശരി, അവിടെ ലൈറ്റില്ല. ഇതിപ്പോൾ കൈക്ക് ആവറേജ് ബലമുള്ളവർക്ക് താഴാം, ഇനി എല്ലാ ബലം കുറവുള്ളവർക്ക് ഇവിടം വരെ ഇങ്ങനെ പൊങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കൈക്ക് ബലമാവും. അപ്പോൾ താഴ്ന്നു പൊങ്ങാൻ പറ്റും. ഇപ്പോൾ ഏത് ഏജിലുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഏത് ഇതുള്ള ആളുകൾക്കും എല്ലാവർക്കും ചെയ്യാം. പുഷപ്പ് എന്ന് പറഞ്ഞാൽ നല്ല എക്സസൈസാണ് ശരിക്കും. അത് തന്നെ തിരിയും ഈ കൈയുടെ മസിലുകൾക്ക് കൂടുതൽ കിട്ടണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇത് ട്രൈസെപ്സ് പുഷപ്പ് എന്ന് പറയും. കൈയുടെ ട്രൈസെപ്സിനുള്ളതാണ്. പ്രായമുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതുമ്പോൾ നമുക്ക് ക്രോസ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുന്നതിന് പകരം അത് നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ പാത വർക്ക് ചെയ്യണേ. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കാലിൻ്റെ പാദത്തിന് ഇനി അഡീഷണൽ എക്സസൈസിൻ്റെ ആവശ്യമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെ ഏത് കമ്പ്യൂട്ടറിൽ ഇത് ജോലി ചെയ്യണമെങ്കിലും കാലിൻ്റെ പാദം വർക്ക് ചെയ്യും. അതിന് ഓവർ സ്ട്രെയിനാണ് വരുന്നത്. അപ്പോൾ അതിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടത്. അതിന് റെസ്റ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള മസിലുകളെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് കാർഡിയോ എക്സസൈസ് പോലെ ഒരു ക്രോസ് വാക്കിംഗ് എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ചെയ്യാൻ. അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈ ഹാൻഡിലൊന്ന് ഡിസ്മാൻഡ് ചെയ്യണം. അത് ഊരണം. ഡിസ്മാൻഡ് ചെയ്യണം. പുറകിൽ ഊരണമൊന്നും നമുക്കിതിവിടെ മാറ്റി വെക്കാം. ജസ്റ്റ് ഒരു ത്രെഡ് അഴിച്ചാൽ മതി. 2 ത്രെഡ് ഒരു കഴിഞ്ഞാൽ അത്ര സിമ്പിൾ. ഇത് മെയിൻ ക്രോസ് വാക്കിംഗ് എന്ന് പറയും. ഇതിന് വെയിറ്റ് ഒന്നും വേണമെന്നില്ല. അടിപൊളി. പുള്ളിക്കാരത്തിനോട് ചെയ്യിപ്പിച്ചാലോ, അവരിത് ഭംഗിയായിട്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ വെയിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലേ? വെയിറ്റില്ല, ഇതിന് വെയിറ്റിൻ്റെ ആവശ്യമില്ല. ഇത് ലോങ് ടൈം എല്ലാ എക്സസൈസിന് ശേഷം നമ്മളൊരു കാർഡിയോ എക്സസൈസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാറ്റ് ബേണിങ്ങിന് കുറച്ചുകൂടി എല്ലാം കഴിഞ്ഞിട്ട് ചെയ്താലേ കൊണ്ടുള്ളൂ. ആദ്യമേ എല്ലാം ചെയ്യണേ. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയം അനുസരിച്ച്, സമയം കൂടുതലുള്ളവർക്ക് കൂടുതൽ സമയം ചെയ്യാം. സമയമില്ലാത്തൊരു ഇത് അത്ര കമ്പൽസറി അല്ല. നമ്മുടെ മസിലുകൾക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് എല്ലാവരും എസെൻഷ്യലായിട്ട് ചെയ്യേണ്ടത്. ഏറ്റവും ആവശ്യം അതിനാണ്. ഇത് ഒരു കാർഡിയോ ആയിട്ട് നടക്കുന്നതിന് പകരം ലാസ്റ്റാണ് ചെയ്യേണ്ടത്, എല്ലാം കഴിച്ചിട്ട്. അടിപൊളി. A to Z സാധനം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇത് ലേഡീസിനും വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യാം. ഇത് മാത്രമല്ല, എല്ലാ എക്സസൈസും ലേഡീസ് ചെയ്യാം. അതാണ് സ്ത്രീകൾക്കാണല്ലോ ഇതിന്റെ മൂവ്മെന്റ് ആണ്. അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്രോസ് എലിപ്റ്റിക്കൽ ബൈക്ക് എന്നൊക്കെ പറയും. അതൊക്കെ ചെറിയ മൂവ്മെന്റേ കിട്ടുള്ളൂ. തോളൊന്നും ഫുള്ളായിട്ട് പോവില്ല. പക്ഷേ ഇതിനകത്ത് കണ്ടോ, നമുക്ക് ഫുള്ളായിട്ട് ബോഡി സ്ട്രെച്ച് ആവും. എല്ലാ ഭാഗങ്ങളും മൂവ് ചെയ്യും, എല്ലാ ഭാഗങ്ങളും സ്ട്രെച്ച് ആവുകയും ചെയ്യും. ഇപ്പോൾ മസിലുകളെല്ലാം ചെയ്ത് ടയർഡായിട്ടിരിക്കുമ്പോൾ ഇത് കയറി ചെയ്ത് കഴിഞ്ഞാൽ മസിലെല്ലാം ഫ്രീ ആയി. പിന്നെ സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് വേണ്ട ഒരു മിനി ജിമ്മ് തന്നെ. അതാണ് മിനി ജിം തന്നെയാണ്, മാജിക് ജിം എന്ന പേര്. സത്യം പറഞ്ഞാൽ മാജിക് എക്യുപ്മെന്റ് തന്നെ കേട്ടോ. കംപ്ലൈന്റ് ആവുമ്പോൾ അതിന് യാതൊരു അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. എയർ ബെൽറ്റോ അങ്ങനത്തെ ചെയിനിൽ കറങ്ങുന്ന സിസ്റ്റമോ അല്ലെങ്കിൽ പൽച്ചക്കറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റമോ ഒന്നുമില്ല. ഇത് എത്ര കാലം കഴിഞ്ഞാൽ ഇതുമായി ഒന്നും കംപ്ലൈന്റ് ആകുമ്പോൾ കംപ്ലൈന്റ് ആകുമ്പോൾ അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് വാറണ്ടി പണി തരാം. എത്ര കാലം പണിയും, ഒരു ആയുഷ്കാലം മുഴുവൻ വാറണ്ടി ആരും കുഴപ്പമില്ല. ഞാൻ ഒന്ന് പൂട്ടിയ ഇതിട്ട് കേട്ടോ, അത് ആ ഹാൻഡിൽ എടുത്തോ. ഇതിൻ്റെ 1-2 റൗണ്ട് ഷൈനിങ് ചെയ്തു, ആ അബ്ഡോൺ എക്സസൈസ് ചെയ്തു, അത് കേട്ടോ. ഇത് വേണം. അത് ഇവിടെ ലേഡീസിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസ് അത്. എനിക്ക് തോന്നുന്ന ഒരു വീടിന്റെ ബാൽക്കണി സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പലരും ഇടുന്നത് ടെറസിൽ കവർ ചെയ്ത് ടെറസിലിടുന്നത്, സ്പേസ് ഇല്ലെങ്കിൽ ഇല്ലാത്തവർ. അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിന്റെ ഒരു സൈഡിലിടാം. ഒരു ബെഡ്റൂമിന്റെ ഒരു സൈഡ് ഒരു 3 അടി വീതി മതിയിരുന്നു. തിരിച്ചടണ്ടേ? അത് തന്നെ. ഇപ്പോൾ ഈ വീട്ടിലിരുന്ന് ഇരിക്കുന്ന ലേഡീസിനൊന്നും ഈ ബാക്ക് മസിലുകളൊന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. കൈക്കൊന്നും ഒരു ബലം ഉണ്ടാവില്ല. പുറമൊക്കെ ഭയങ്കര വീക്കായിരിക്കും. അങ്ങനെയാണ് ഈ കഴുത്തുവേനയും നടുവേനൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴുത്തിൻ്റെ മസിലുകളും ബാക്കിൻ്റെ മസിലുകളും ഒക്കെ സ്ട്രോങ് ആവും. ദിവസം ഒരു കുറച്ച് ചെയ്ത് കൂട്ടി കഴിഞ്ഞാൽ നല്ല ഒരു മാസം കൊണ്ട് ഏത് ജോയിൻറ്റ് പെയിനും ഇത് മാറിപ്പോവും ഉറപ്പായിട്ടും. വീട്ടമ്മമാർക്കാണ് യഥാർത്ഥത്തിൽ ഞാൻ നോക്കിയിട്ട് ഇത് കൊണ്ടുള്ള ഉപയോഗം. വീട്ടമ്മമാർക്കും പുറത്ത് പോയി ജിമ്മിലൊക്കെ പോകാൻ പറ്റാത്ത ആളുകൾക്കും ഏത് പ്രായത്തിലൊരു 80-90 വയസ്സുള്ള ആൾക്കും ചെയ്യാം. അവർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ അപ്പോഴത്തെ ആ ശാരീരിക അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം വരും.
എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഏതൊരു വ്യക്തിയും ഇതൊന്നും എക്സസൈസ് ചെയ്യാം. ശരിക്കും ഈ BP കൊളസ്ട്രോൾ ഇതൊക്കെ വരുന്നില്ലേ മസിലുകൾ അധ്വാനിപ്പിക്കാത്തതുകൊണ്ടാണ്. മസിലുകളെ നാട്ടിൽ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ ഒരു BP ഉണ്ടാവില്ല, കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല. ഡയബറ്റീസിനുള്ള ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത് മസിലുകളെ വർക്കൗട്ട് ചെയ്യാൻ. മനസ്സിലാണ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് മസിൽ ഈസ് ദ മെഡിസിൻ എന്നാണ് പറയുന്നത് വിദേശത്തുള്ള ഡോക്ടർമാർ. അത് മസിലുകളെ സ്ട്രെങ്ത് ചെയ്ത് പുതിയ മസിൽ ഫൈബർ ഉണ്ടാകുമ്പോൾ നമ്മുടെ പാൻക്രിയാസിന് സപ്പോർട്ടായി ഷുഗർ നോർമലി കുറഞ്ഞു വരും. കാരണം മസിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഡയബറ്റീസ് ആവുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഷുഗറിനെ കൺസ്യൂം ചെയ്യാൻ മസിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് കിടന്നാണ് ഈ പാൻക്രിയാസ് കേടാവുന്നത്. മസിലുകൾ വർക്ക് ചെയ്യുമ്പോൾ പാൻക്രിയാസ് പതുക്കെ ജീവൻ വെച്ച് വരും. ഈ മസിലുകൾ അതിന് സപ്പോർട്ട് ചെയ്യും, ഗ്ലൂക്കോസിന് എടുത്തോളും. പിന്നെ ഡയബറ്റീസിന് മരുന്നിൻ്റെ ആവശ്യമില്ല. ഇതൊന്നും ആർക്കും അറിയില്ല. ഇത് എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മുടെ മസിലുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയബറ്റിക്സിന് ഒരുപാട് കുറവ് വരുത്തും എന്നുള്ള കാര്യം. അതേസമയം നടന്നു കഴിഞ്ഞാൽ ചെറിയൊരു കലോറി എടുക്കുള്ളൂ. നടന്നുകൊണ്ടിരുന്ന ആ സമയത്തുള്ള ചെറിയൊരു അല്പം ഷുഗർ മാത്രമേ എടുക്കുള്ളൂ. പിന്നീട് അതിനൊരു മസിൽക്ക് മസിൽ ബിൽഡ് ചെയ്യുന്നില്ല. അവിടെ മസിൽ ബിൽഡ് ചെയ്താൽ അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കും. ആ ചെയ്യുന്ന 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണത് 24 hours യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതുമേ ഒന്ന് ചെയ്താൽ ഇപ്പം ഒരു ഷൈനി ഇവിടുത്തെ സ്റ്റാഫാണ്, പുള്ളിയാത്തി ട്രെയിനറാണ്. ഇവർ 8 വർഷമായി ഷൈനി 10 വർഷം മേലെയാണ്. 10 വർഷം കഴിഞ്ഞ് 10 വർഷമായി ഇതുപോലെ എക്സസൈസ് ചെയ്യണം. നല്ല വെയിറ്റ് എടുത്തുള്ള എക്സസൈസ്, നല്ല ഹെവി വെയിറ്റ് ചെയ്യും നന്നായിട്ട്. പക്ഷേ ആൾക്കൊരു മസിൽ ഉണ്ടോ? അതായത് സ്ട്രെങ്ത് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, മസിൽ ബിൽഡ് ചെയ്യില്ല. അതാണ്. പക്ഷേ ഞാൻ ലേഡീസ് മുഴുവൻ വിചാരിച്ചിരിക്കുന്നത് ജിമ്മിൽ മസിലിന് വർക്കൗട്ട് കഴിഞ്ഞാൽ കൈയൊക്കെ ആണുങ്ങളെ പോലെ ആയിപ്പോകും. അതൊരു ഭയങ്കര തെറ്റിദ്ധാരണയാണത്. ഇവർ 11 വർഷം ഇവിടെ മസിലിൽ തന്നെ വർക്കൗട്ട് ചെയ്യും. എൻ്റെ ജിമ്മിൽ വേറെ കാർഡിയോ അല്ലെങ്കിൽ സൈക്കിളും ട്രെഡ്മില്ലും അല്ല ചെയ്യിപ്പിക്കണം. അങ്ങനെ സാധനമൊന്നുമില്ല. ഇത് കഴിയുമ്പോൾ ഈ സൈക്കിൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ട്രെഡ്മില്ലൊന്നും ഞാൻ ഇടില്ല എൻ്റെ ജിമ്മിൽ. അതിന് ആവശ്യമില്ല എന്നുള്ള ഞാൻ ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ലേഡീസും എല്ലാം ഇങ്ങനത്തെ വർക്കൗട്ട് ചെയ്യണം. മസിലിലെ എല്ലാ എക്യുപ്മെൻറ്റ്സിനും മസിലുകൾക്കാണ് വർക്കൗട്ട് ചെയ്യണേ. അപ്പോൾ അവർക്ക് അവരുടെ ബോഡി നല്ല ഷേപ്പിൽ വരും, നല്ല സ്ട്രെങ്ത്തിൽ വരും, ഹെൽത്തി ആയിട്ട് നിൽക്കാം, യങ്ങായിട്ട് നിൽക്കാം. ഇപ്പോൾ ഷൈനി 3 പിള്ളേരുടെ മദറാണ്. മൂത്ത പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ആളാണ്. അതെ. അടുത്ത ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ സാറേ, ഈ ഒരു പ്രോഡക്റ്റിന് എന്ത് വില വരും എന്നുള്ളൊരു കാര്യം. ഈ വിലയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. അതായത് നമ്മളാരും ഈ ഒരു ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഹെൽത്താണ്. ഹെൽത്ത് ഇല്ലെങ്കിൽ എത്ര കോടികൾ ഉണ്ടാക്കിയാലും അതുകൊണ്ട് യാതൊരു പരിപാടി. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നത് മരിക്കാൻ കിടക്കുമ്പോൾ 50-60 വയസ്സിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരുപാട് കോടികൾ ഉണ്ടാക്കി, പക്ഷേ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാനൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല, അതാണ് ഞാൻ ഇന്നീ അവസ്ഥയിൽ എത്തിപ്പോയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ആളുകൾക്ക് ഇതിനു വേണ്ടി ഒരു കൂടി 5,000-10,000 രൂപ മുടക്കാന്നുള്ള ഒരു ഒന്ന് കറങ്ങുന്ന സാധനം ഒന്നും മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നാൽ മതി എന്നുള്ള ചിന്തയുണ്ട്. അതല്ല, നമ്മളൊരു വീട് പണിയാണെങ്കിൽ അതിനൊരു മടക്ക് ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അതൊന്നും നമുക്ക് പ്രയോജനമില്ല. പക്ഷേ ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ടാൽ ഇതിൻ്റെ വില വരുന്നത് 56,000 രൂപയാണ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 56. ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും മിനിമം കോസ്റ്റ്ലി ഞാൻ ചെയ്യുന്നത്. കാരണം ഒരുപാട് വർക്ക് വരുന്ന ഒരു ഫാബ്രിക്കേഷൻ വർക്ക് ഒത്തിരി വരുന്ന. അല്ല, ഈ 56,000 രൂപ എനിക്ക് വലിയ കൂടുതലായി തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു ജിം എക്യുപ്മെന്റ് മേടിക്കണമെങ്കിൽ ആവറേജ് ഒരു ട്രെഡ്മില്ല് വാങ്ങണമെങ്കിൽ കൊടുക്കണം 50,000 മേലെ. നല്ലൊരു നല്ലതാണെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം. ഇനി അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ മോട്ടർ കംപ്ലൈന്റ്, വയർ കംപ്ലൈന്റ് എന്ന് വേണ്ട ഒരുക്കത്തെ കംപ്ലൈന്റ്സ് ആയിരിക്കും. മോട്ടർ കംപ്ലൈന്റ് ആയി പിന്നെ അത് ഒരിക്കലും നന്നാക്കാനും പറ്റില്ല. പിന്നെ അവസാനം നമ്മൾ മറ്റേ അഴയായിട്ട് തോർത്തിടാനോ ടർക്കിടാനോ ആൾക്കാർ ചെയ്യുന്നത്. വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സാധനത്തിന് ഒരിക്കലും നമ്മുടെ ലൈഫ് ടൈം വാറണ്ടി വേണം കൊടുക്കാൻ സാധ്യത. ഇതൊന്നും മറ്റുള്ളൊരു പ്രത്യേകിച്ച് ഈ മെഷീന് നമുക്ക് ബോറടിക്കില്ല. നമ്മളിപ്പോൾ ഒരേ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് കറക്കിക്കൊണ്ടിരിക്കണോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കണോ, അത് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എത്ര ടൈമിന് ചെയ്യണം എന്നുള്ള ആ ചിന്ത വരും നമുക്ക്. ഒരേ മൂവ്മെൻറ്റ് തന്നെ ഉള്ളൂ. തീർച്ചയായിട്ടും ബോറടിക്കും. ഞാൻ ഒരിക്കലും ഇങ്ങനെ മെഷീനിൽ നിന്നേ വരെ നടക്കാറില്ല. ഞാൻ നടക്കാനും അങ്ങനെ ആഗ്രഹം ഞാൻ മല കയറാനോ അല്ലെങ്കിൽ കാട്ടിക്കൂടെ നടക്കാൻ അല്ലെങ്കിൽ റോട്ടിൽ നടക്കും. അതാ ചെയ്യാറുള്ളൂ. അല്ലാതെ മെഷീനിൽ കയറിയത് എനിക്ക് ഒരിക്കലും ചിന്തിക്കാനേ പറ്റില്ല. പക്ഷേ അത് പലരും ചെയ്യുന്നുണ്ട്, എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണെന്നുള്ളത്. ഇതുമ്പോൾ നമുക്ക് ഓരോന്നും ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഓരോന്നും ചെയ്തുമ്പോൾ അതിനെ സ്ട്രെങ്ത് ചെയ്ത് അടുത്ത് ചെയ്തു അത് ചെയ്തു 1 മണിക്കൂർ പോകണത് അറിയില്ല. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ എല്ലാ എക്സസൈസും ചെയ്യുമ്പോൾ നമുക്ക് ബോഡി മൊത്തം വർക്കൗട്ട് കിട്ടുകയും ചെയ്തു. അത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നൊരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡ് അത് ഗ്രോത്ത് ഹോർമോണാണ് നമ്മുടെ മനുഷ്യൻ്റെ യുവത്വം സൂചിക്കുന്ന ഒരു ഹോർമോൺ. ആ നിലനിർത്തുന്ന ഹോർമോൺ. ആ ഹോർമോൺ ഉണ്ടാവണമെങ്കിൽ മസിലുകളെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കഠിനമായിട്ട് അധ്വാനിപ്പിക്കണം. ഓരോ ദിവസവും അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ലോഡ് എടുപ്പിക്കുമ്പോൾ മാത്രമേ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വർക്ക് ചെയ്യുള്ളൂ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ യുവത്വത്തിൽ അല്ലെങ്കിൽ യൗവനത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ.
അതിന് വർക്ക് ചെയ്യണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ സെല്ലുകൾ ഫോം ചെയ്യണമെങ്കിൽ മസിലുകളെ മസിലുകളെ വർക്ക് ചെയ്യണം. നമ്മുടെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മസിലുകളെ വർക്ക് ചെയ്യണം. എല്ലാം നമ്മുടെ ബോഡിയുടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഓർഗൻ എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും വലിയ ഓർഗൻ എന്ന് വേണമെങ്കിൽ പറയാം മസിലാണ്. അപ്പോൾ ആ മസിലുകളെ വർക്ക് ചെയ്യാതെ നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോകില്ല. അത് ആ രോഗാവസ്ഥ നിലനിർത്തി നിങ്ങൾ അങ്ങനെ തന്നെ കീപ്പോട്ട് പോകാനേ പറ്റുള്ളൂ. ഇപ്പോൾ പണിയെടുത്തേ പറ്റുള്ളൂ. നിങ്ങളുടെ ഈ ക്യാമറ കൊണ്ടൊന്നും നടന്നാലൊന്നും ആരോഗ്യം ഉണ്ടാവില്ല. നിങ്ങൾ നടക്കുന്നതൊക്കെ ഒരു അലച്ചിലുള്ളൂ. അതെ, വെറും അലച്ചിലാണ്. എല്ലാവരും പറയും ഞാൻ ഒരുപാട് ജോലി ചെയ്യേണ്ടതുണ്ട്. എവിടെന്നാ ആ ജോലി കൊണ്ട് പ്രത്യേകിച്ച് ശരീരത്തിലൊന്നും കിട്ടത്തില്ല. ടെൻഷൻ കൂടുള്ളൂ. മസിലുകളെ അധ്വാനിപ്പിക്കുമ്പോൾ സംഭവിക്കേണ്ടത് അതൊരു മെഡിറ്റേഷൻ കൂടിയാണ്. നമ്മൾ ആ സമയത്ത് മിക്കവാറും ചിന്തകൾ വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഉണ്ടാകുന്ന ടോക്സിൻസ് ഉണ്ട്. ഈ ടെൻഷനും ഓരോ വ്യാധിയും ഒക്കെ വന്ന് ആ ടോക്സിൻസ് ക്ലീൻ ആവണമെങ്കിലും മസിലുകളെ അധ്വാനിപ്പിക്കണം. എല്ലാത്തിൻ്റെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് മസിലുകളാണ്. മസിലുകളെ അധ്വാനിപ്പിച്ച് ടയർഡാക്കി അതിന് ഭക്ഷണം കൊടുക്കുക, റെസ്റ്റ് കൊടുക്കുക. ഇതാണ് മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ആരോഗ്യത്തിൻ്റെ ബേസ്. ഒരു കൂട്ടം ട്രോഫികളാണ് ഇവിടെ ഇരിക്കുന്നത്. സാർ ഇത് എന്തിൻ്റെയൊക്കെയാണ്? ഇത് കുറേ ഉണ്ടല്ലോ. ഇത് എന്തിൻ്റെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല. മെയിനായിട്ടുള്ള ഞാൻ പറയാം, ഇത് ഞാൻ 2023 ഏഷ്യ കാഠ്മണ്ഡുവിൽ നടന്ന മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നത്. ഇത് അതിനുശേഷം ആ വർഷം 2023 മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സിൽ ഗോൾഡ് മെഡൽ സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് അതാണിത്. പിന്നെ ഇതിൻ്റെ മൊമെൻ്റോ ആണ്. അതിൻ്റെ മെഡലൊക്കെ എൻ്റെ വീട്ടിലാണ്. വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നത്. അതാണ് വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ആ പതാകയും ആ സാധനങ്ങളെല്ലാം ഉള്ളത്. പിന്നെ അതൊക്കെ പല മിസ്റ്റർ ഇന്ത്യ എത്രയോ 4-5 തവണ മിസ്റ്റർ ഇന്ത്യയൊക്കെ ഫസ്റ്റ് വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. വേൾഡിൻ്റെ ഫോട്ടോ മെഡലുകളൊന്നും ഇവിടെയില്ല. അതേ വീട്ടിൽ വെച്ച കാരണം അതൊക്കെ കുറേ പ്രീഷ്യസ് സാധനമുള്ളൂ. അതുകൂടെ വെച്ചാൽ എടുത്തുകൊണ്ട് കഴിഞ്ഞ പ്രശ്നമാണ്. ഇത് ഏഷ്യ തവണ ഞാൻ 2 തവണ സെക്കൻഡ് വന്നിരുന്നു. മിസ്റ്റർ ഏഷ്യ അത് യങ്സ്റ്റേഴ്സിനോട് കൂടിയാണ് കേട്ടോ ഫസ്റ്റ് വന്നത്. ഇതാണ്. പിന്നെ ഇത് എനിക്കറിയാൻ പറ്റും. ഇതൊക്കെ നാഷണൽ മിസ്റ്റർ ഇന്ത്യയും മിസ്റ്റർ റെയിൽവേ ഒക്കെ ഫസ്റ്റ് വന്നതിൻ്റെയൊക്കെയാണ് എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെയാണ് ചെറുപ്പത്തിൽ അന്നൊക്കെ ട്രോഫികൾ ആ രൂപത്തിലേക്കുന്നത്. ചെറിയ പഴയ ട്രോഫികൾ എനിക്ക് ഒരു 30 വയസ്സിന് താഴെയുള്ള ട്രോഫികളാണ് അതൊക്കെ അന്ന് കിട്ടിയതാണ്. അത് 16 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള എൻ്റെ എത്ര കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ള ഇത് കണ്ടാൽ മനസ്സിലാവും. അത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇത്രയും ഈ ട്രോഫികളുടെ അത്രയും കോമ്പറ്റീഷൻ എന്തായാലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടാവും. അല്ല, ഇതിലും കൂടുതൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. പണ്ടത്തെ കുറേ ഒന്നൊക്കെ മിസ്സായി പോയി. അതൊന്നും ഇല്ല. ആ സാധനങ്ങളൊക്കെ എന്തായാലും കുറെ പോയിട്ടുണ്ടോ? അതെല്ലാം പോയി. അത് ഞാൻ വീടോ മാറിപ്പാക്ക് പോയി. അവിടെ ഒന്നും ഒരു പിടുത്തമില്ല. അടിപൊളി. പിന്നെ എൻ്റെ വീട്ടിലിരിപ്പുണ്ട് ഏകദേശം ഇത്രയും തന്നെ സാധനങ്ങൾ വീട്ടിലിരിപ്പുണ്ട്. സാറേ, ഇനി അടുത്തറിയേണ്ടത് സാറിനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ്. നമ്മുടെ മാജിക് ജിം വാങ്ങിക്കേണ്ട ആളുകൾക്ക് ആ ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിക്കാനായിട്ട് സാറിനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഞാൻ നമ്പർ തരാം. അപ്പോൾ ഞാൻ എന്തായാലും സാറിൻ്റെ എന്നെ ഡയറക്റ്റ് ആയിട്ട് ആരും എപ്പോഴും വിളിക്കാണ്ടിരുന്നത് നന്നായിരിക്കും. ഞാൻ അതിനകത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ തരാം, പിന്നെ എൻ്റെ വേറെ ഓഫീസ് നമ്പർ തരാം. എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയേറെ കോളുകളുണ്ട്. വേറെ പല കാര്യങ്ങളുമായിട്ട് എന്നെ ആളുകൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡയറക്റ്റായിട്ട് വിളിക്കാതിരിക്കണമെന്നാണ് എൻ്റെ പരമാവധി അത്യാവശ്യം. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ സാർ തരും. റിപ്ലൈ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് കൊറിയർ അയച്ചു കൊടുക്കുമോ? കൊറിയർ അല്ല, ഇത് കേരളത്തിനുള്ളിലാണ് മിക്കവാറും സെയിൽ ചെയ്യുന്നത്. പുറത്തേക്കാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് സജ്ജീകരണം ചെയ്യാം. ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ അത് ലോറി സർവീസിലേക്ക് അയക്കാൻ പറ്റും. ഇപ്പം പൊതുവേ ഞാൻ കേരളത്തിലാണ് ഇത് ചെയ്യുന്നത്. പുറത്ത് ഡൽഹിയൊക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. പക്ഷേ കേരളത്തിനുള്ളിലാണെങ്കിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ ആളുണ്ട്. നമ്മൾ അതിൻ്റെ വണ്ടിക്കാശ് കൊടുത്താൽ മതി. മിനിമം വണ്ടിക്കാശ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് അവരെല്ലാം പഠിപ്പിച്ച് തന്നിട്ട് വരും. ഓ, അങ്ങനെ അതിനാളുണ്ട് നമുക്ക്. ആളുണ്ട്. അതെന്തായാലും കൊള്ളാം. അപ്പം ഇത് കൂടാതെ സാറിന് ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങളിത് ചെയ്യുന്ന ആൾക്കാരാണ്. ഡോക്ടർ പീറ്റർ ജോസഫ് എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാറിനെ ഡയറക്റ്റ് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടിപ്സ് എന്തായാലും അവിടെ നിന്ന് കിട്ടും. ഞാൻ ഇന്നേ വരെ ഈ 65 വയസ്സ് കൊണ്ട് പഠിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ എനിക്ക് എൻ്റെ പുതിയ അറിവ് വരുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പബ്ലിക്കിന് എന്തൊക്കെ കാര്യങ്ങൾ ഫിറ്റ്നസിനെ കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും അറിയുന്നോ അത് ഏകദേശം എനിക്ക് തോന്നുന്നത് മിക്കവാറും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ വരുന്ന ഡയറ്റ് പറഞ്ഞു തീർച്ചയായിട്ടും നല്ല ഡയറ്റ് പ്ലാനൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും സാറിൻ്റെ പേജ് ഇത്രയും നാളുകൊണ്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് എടുക്കുക, പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.